മോളെ. മോള് രാവിലെ സ്കൂളിൽ പോയി, അറിഞ്ഞില്ലേ? അയ്യോ, ഞാൻ അവളെ അല്ല, നിന്നെ തന്നെ മോളേന്ന് വിളിച്ചേ. എന്നെ? എന്തിനാ? ചുമ്മാ ഒരു രസം. നീ എന്ത് ചെയ്യാ? ഇപ്പൊ എന്തിനാ കൈ പിടിച്ചേ? അത് ഒരു രസം. ഈ രസത്തിനാണോ രാവിലെ ഓഫീസിൽ പോകാതെ തിരിച്ചു വന്നത്? അത് ഞാൻ ഓഫീസിൽ പോണ സമയത്തെ താഴെ സോഫയിലിരുന്ന് കുറേ നേരം ആലോചിച്ചു. സോഫയുടെ കാര്യം? അയ്യോ, സോഫയുടെ അല്ല, നിന്റെ കാര്യം. എന്റെ കാര്യം? എന്തിന്? നിന്റെ കാര്യം ഞാനല്ലേ ആലോചിക്കണ്ടേ? നേരത്തെ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിട്ട് പോയത്. അത് എനിക്ക് മനസ്സിലായി മോളെ. നേരത്തെ ഞാൻ കുറച്ച് പരുഷമായിട്ട് തന്നെ പെരുമാറിയത്. അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യും, റെഡിയാവും വേണം. എന്തേലും പറ്റിയോ? രാവിലെ പുറത്തിറങ്ങിയപ്പോ തലയിൽ തേങ്ങ വല്ലതും വേണോ? പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. അമ്പലത്തിൽ പോണ്ടേ? തിരുപ്പതി. നിന്നെ ഞാൻ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. പിങ്കി മോളെ സ്കൂളിൽ വിളിച്ച് പറയാം, അവളെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഏതായിരുന്നാലും ഞാൻ കാരണം നിങ്ങളുടെ യാത്ര മുടങ്ങണ്ട. ഓ, ഇനിയിപ്പോ വേണ്ട, എനിക്ക് ആ താല്പര്യം അങ്ങ് പോയി. എന്താ? അയ്യോ രശ്മി മോളെ, ഇത് അമ്പലത്തിന്റെ കാര്യമാണ്. അവിടെ നിന്ന് വല്ല നിന്നേം ചെയ്താ നമ്മള് ബിസിനസ്സിൽ താഴോട്ട് വരും. അതറിയാലോ നിനക്ക്. അതുകൊണ്ട് നീ വന്നേ, പെട്ടെന്ന് റെഡി ആയിട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും വഴിയെ. നീ ബാബാ. എനിക്ക് പോണ്ട. അയ്യോ, അങ്ങനെ പറയില്ലേ. ബാബാ, ഇറങ്ങി പെട്ടെന്ന് റെഡി ആയിക്കേ. ചെല്ല് 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 ചെല്ല്. എന്താ സാജ? സാജനെ ഞാൻ അവിടെ എന്തിനാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ആ, കണക്ക് നോക്കാൻ. അല്ലാതെ ഞാൻ ഓഫീസിൽ വന്ന് പോണ ടൈം നോക്കാനല്ല. വച്ചിട്ട് പോണം. അണ്ണാ, തുണി കഴുകിട്ടാ? തുണിയൊക്കെ എപ്പോഴും കഴുകി, ഞാനത് വിരിക്കുകയും ചെയ്തു. ആണാ? ഞാൻ പോട്ടാ അണ്ണാ. അല്ലേ വെയിറ്റ്, ചേട്ടൻ ചിലപ്പം പോകുന്ന വഴി തന്നെ ഡ്രോപ്പ് ചെയ്യും. വേണ്ട അണ്ണാ, ഞാൻ നടന്നു നോക്കോളാം. ആണോ? പോട്ടാ. എന്തെങ്കിലും വിളിക്കണേ. വിളിക്കാവേ. ബൈ ബൈ. ആ, പൊക്കോ പൊക്കോ പൊക്കോ. എടാ, ഞാൻ ഇവിടെ കൊണ്ടാക്കിട്ട് വരാം. എന്നെ കൊണ്ടാക്കിയിട്ടിട്ട് ഏട്ടൻ എന്തിനാ തിരിച്ചിങ്ങോട്ട് വരുന്നേ? അത് പിന്നെ ഓഫീസിൽ പോയിട്ട് രാത്രി ഇങ്ങോട്ട് തന്നെയല്ലേ ഞാൻ വരുന്നേ. അത് പറഞ്ഞതാ. ചേട്ടൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞ ചളവാക്കാൻ നിൽക്കാതെ പെട്ടെന്ന് കൊണ്ടുവിട്ടിട്ട് രാത്രി വാ. ശരി, വാ വാ. രാത്രി പറഞ്ഞു കേട്ടോ. നീ വന്ന് അതൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്ന്. അതെ, ഞാൻ വരുന്ന സുരഭി അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ നിന്നെ ഞാനാ കൊണ്ട് കുടിപ്പിക്കുന്ന അവള് പറയും. എന്തിനാ വെറുതെ? ഈ കവറാത്ത എന്തോ ഫ്രൂട്ട്സ്. എടാ, സാധനം കിട്ടിയില്ലേ? സാധനം കിട്ടി. ഇന്ന് നമ്മൾ അടിച്ചടിച്ച് ഒരു ഇന്റർനാഷണൽ പുളിയെങ്കിൽ പൊളിക്കും. പിന്നല്ല. അതായത് ഈ ഫ്രൂട്ട്സ് നമ്മുടെ അടുത്ത് കട്ട് ചെയ്യും. ഓക്കെ. കട്ട് ചെയ്തിട്ട് ഒരു ജാറിനകത്തോട്ട് മാറ്റി വെക്കും. ഓക്കെ. അതിനകത്ത് ഈ സാധനം എടുത്ത് ഒഴിക്കും. 2 മണിക്കൂർ വെക്കും. 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഗ്ലാസ് എടുത്ത് ജങ്ക് ചക്കാന്ന് പറഞ്ഞായിരിക്കും. അതൊക്കെ അവിടെ നിക്കട്ട്. ഇത് എന്റെ അമ്മച്ചി റേഷന്റെയും മണ്ണെണ്ണ മേടിക്കാൻ പൈസ ബ്രഷോപ്പായിട്ട് വരുമ്പോൾ എനിക്ക് മേടിച്ചു. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലോസ് ചെയ്യും. അല്ലെ അമ്മച്ചി ഞാൻ ഇങ്ങോട്ട് വിളിക്കും. നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. ചെയ്തു